ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടേത് ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ടാണ് നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്ന ഏതൊരാശയത്തെയും നിലപാടുകളെയും പ്രസ്താവനകളെയും നമുക്ക് എതിർക്കാൻ കഴിയുന്നത്. ഏതൊന്നിനെയും അനുകൂലിക്കണമെങ്കിൽ അനുകൂലിക്കാനും പ്രതികൂലിക്കണമെങ്കിൽ പ്രതികൂലിക്കാനും വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ അഭിപ്രായങ്ങൾ ജനാധിപത്യപരമായി തുറന്നു പറയാൻ കഴിയുന്നത് ഈ രാജ്യം ജനാധിപത്യമായതുകൊണ്ടും ബഹുസ്വര രാഷ്ട്രമായതുകൊണ്ടുമാണ്. ഒരുപക്ഷെ ഹിന്ദു ഭൂരിപക്ഷ രാഷ്ട്രമായതുകൊണ്ടാണ് എന്ന് തന്നെ പറയാം. ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ഇന്ത്യയിൽ ഹിന്ദുക്കൾക്ക് കിട്ടിയിരിക്കുന്ന ഭൂരിപക്ഷം, BJPക്ക് കിട്ടിയിരിക്കുന്ന ഭൂരിപക്ഷം ഒരുപക്ഷെ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനകൾക്കോ മുസ്ലിങ്ങൾക്കോ ആയിരുന്നു കിട്ടിയിരുന്നതെങ്കിൽ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം പോയിട്ട് ഒരു ബ്യൂട്ടി പാർലർ പോലും നടത്താൻ പറ്റുമായിരുന്നില്ല. ഒരു ടെക്സ്റ്റൈൽസിന്റെ മുമ്പിൽ ഒരു ഡമ്മി പോലും വെക്കാൻ സാധിക്കുമായിരുന്നില്ല. താലിബാനിലേക്ക് നോക്കിയാൽ മതി. ഇസ്ലാം ഭൂരിപക്ഷ പ്രദേശമായിട്ടുള്ള ഏത് രാജ്യം നോക്കിയാലും മതി, ഭൂരിപക്ഷമാകണമെന്ന് പോലുമില്ല ഇവർക്ക് ഇവരുടെ കാടൻ നിയമങ്ങൾ നടപ്പിലാക്കാൻ. ഒരു ജനാധിപത്യ സമൂഹത്തെ മതപരമായ അന്ധതയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ നമ്മൾ ജനാധിപത്യപരമായി തന്നെ അതിനെ വിയോജിക്കും. നമ്മളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുകയും ചെയ്യും. അപ്പോ മതനിഷേധികൾ അഭിപ്രായം പറയണ്ട എന്നും പറഞ്ഞ് നിങ്ങൾ കൊമ്പ് കുലുക്കിയിട്ട് കാര്യമില്ല, ഇത് പാകിസ്ഥാൻ അല്ല എന്ന് ആദ്യം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പറഞ്ഞൊന്ന് പഠിപ്പിക്കണം. എന്നാലാണ് നിങ്ങളുടെ മതനിയമം ഇവിടെ പ്രാവർത്തികമാക്കാൻ സാധിക്കുക. മതനിയമം അലിഖിത നിയമമായി ആരും ചോദ്യം ചെയ്യപ്പെടാത്ത വിധം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയണമെങ്കിൽ ഇതൊരു മതരാജ്യമായിരിക്കണം. ഇപ്പോ അല്ലല്ലോ. ഒന്നാം സ്ഥാനത്തേക്ക് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ, എത്തിയിട്ടില്ലല്ലോ. അടങ്ങ് മാധവ, അടങ്ങ്. ഇത് അറുപിന്തിരിപ്പൻ നയമാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് CPM മതപുരോഹിതന്മാർ പിന്നോക്കാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു പുരാതന കാലത്തേക്ക് ഒരു പ്രാകൃത കാലത്തേക്ക് നയിക്കുന്നു. ഇത് അറുപിന്തിരിപ്പൻ നയമാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് CPMന്റെ നേതാവ് ഗോവിന്ദ മാഷ് പറയുന്നു. ഗോവിന്ദ മാഷോട് തിരിച്ചു ചോദിക്കുന്നത്, നിങ്ങളുടെ പാർട്ടിയിൽ അങ്ങയുടെ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ഏരിയ കമ്മിറ്റികളിൽ ഒരാൾ പോലും എന്തുകൊണ്ട് സ്ത്രീകളില്ല? ഈ രണ്ട് ചോദ്യത്തെയും പോസിറ്റീവായിട്ട് എടുത്താൽ രണ്ടു കൂട്ടരും ഇപ്പൊ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരായാലും മതം കൈകാര്യം ചെയ്യുന്നവരായാലും ഒരു സാമൂഹ്യ പ്രശ്നത്തെ എങ്ങനെ കാണുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതില് ഒരു ഇമ്പോർട്ടന്റ് പ്രശ്നം തന്നെയാണത് തീർച്ചയായിട്ടും. പക്ഷേ ഇവിടെ ഒരു ഭാഗത്തും മതമാണ്. ആ മതം എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും മാറ്റമില്ലാതെ ഫോളോ ചെയ്യണം എന്ന് നിർബന്ധിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് അവിടെ ഉള്ളത്. CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാറാൻ ഇനിയും സാഹചര്യങ്ങളുണ്ട്. അവർക്കൊരു മലക്കോ ഒരു നബിയോ ഒരു കിതാബോ ഇറങ്ങിയിട്ടില്ല. സ്ത്രീകളെ നിങ്ങളാരും നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരരുത്, പഞ്ചായത്ത് മെമ്പറാക്കരുത്, MLA ആക്കരുത്, MP ആക്കരുത്, മന്ത്രിയാക്കരുത്, മുഖ്യമന്ത്രിയാക്കരുത്, പ്രധാനമന്ത്രിയാക്കരുത്. സ്ത്രീ നേതൃത്വം ഏത് കമ്മി രാഷ്ട്രീയത്തിലാണെങ്കിലും ശരി, ആ രാഷ്ട്രീയം മുടിഞ്ഞു പോകുമെന്ന് ഒരിടത്തും ഒരു നബിയും വന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എവിടെയാണ് ഇത്? എനിക്ക് തോന്നുന്നു ഇപ്പൊ കാന്തപുരം ഉസ്താദ് ഉന്നയിക്കുന്ന ഈ ഇഷ്യൂല് ഇപ്പൊ എന്തുകൊണ്ടാണ് ഇതൊരു മുസ്ലിം ഇഷ്യൂ ആക്കിയിട്ട് എല്ലാവരും കൂടി ചേർന്ന് അദ്ദേഹത്തെ പിന്തുണക്കുന്നത് എന്ന് എനിക്കറിയില്ല. ഇതിനു മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. കാന്തപുരം ഉസ്താദിനെതിരായിട്ട് ആദ്യമായിട്ട് പിണറായി വിജയനാണ് അദ്ദേഹത്തിന്റെ മുടിയുമായി, പ്രവാചകന്റെ മുടിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അത് ഒരു ബോഡി വേസ്റ്റ് ആണ് എന്ന് പരസ്യമായി പ്രസ്താവിച്ചത് പിണറായി വിജയനാണ്. അന്ന് പിണറായി വിജയനെ പിന്തുണച്ചവരാണ് സുന്നി പ്രസ്ഥാനത്തിലെ തന്നെ കാന്തപുരത്തിനെതിരായി നിന്ന പലരും. അതുപോലെ തന്നെയാണ് ഇപ്പോ മുജാഹിദ് വിഭാഗം ഉൾപ്പെടെയുള്ള പലരും ആ നിലപാട് അന്ന് സ്വീകരിച്ചവരാണ്. ഇപ്പൊ എന്താ സംഭവിക്കുന്നത് എന്ന് നമ്മൾ കുറെ കൂടി സൂക്ഷ്മമായിട്ട് കാണേണ്ടതാണ്. ഇതില് എനിക്ക് തോന്നുന്നൊരു കാര്യം, കാന്തപുരം ഉസ്താദ് ഉന്നയിക്കുന്ന ഇഷ്യൂല് പല തലത്തിൽ കാണേണ്ടത്. ഒന്ന്, ഇസ്ലാമിന്റെ പക്ഷത്ത് നിന്ന് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് മിങ്കിൾ ചെയ്തുകൊണ്ട് ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള സാമൂഹ്യ മുന്നേറ്റ പ്രവർത്തനങ്ങൾ, അത് ആരോഗ്യ പ്രവർത്തനങ്ങളാകാം, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാകാം, കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളാകാം, രാഷ്ട്രീയ പ്രവർത്തനമാവാം, തെരഞ്ഞെടുപ്പാകാം, പ്രചരണമാകാം, ഇത്തരം പ്രവർത്തനങ്ങളിൽ ഒന്നും ഒന്നിച്ചു പോകാൻ പാടില്ല എന്നൊരു നയം ഇസ്ലാമികമാണോ എന്ന് അദ്ദേഹം പരിശോധിക്കേണ്ടത്. ഇതിന് പറയുന്ന ഒരു മറുപടി എന്താണെന്ന് വെച്ചാൽ, മതത്തിന്റെ കാര്യം മതപണ്ഡിതന്മാർ പറഞ്ഞോളൂ. ശരി, മതത്തിന്റെ കേവലം സാങ്കേതികമായ മതകീയ പ്രശ്നങ്ങൾ അവരുടെ ഈ ഖുർആനും ഹദീസും ഖിയാസും ഇജ്മായും ഒക്കെ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയട്ടെ. ഒരുപക്ഷെ നാസർ ഫൈസി കൂടത്തായി പോലുള്ളവർ പറഞ്ഞുകൊള്ളട്ടെ. പക്ഷേ ഒരു സമൂഹ ജീവി എന്ന നിലയിൽ, സാംസ്കാരിക പ്രവർത്തകർ എന്ന നിലയിൽ ഈ നാട്ടിലെ ആർക്കും ഒരു സാമൂഹ്യ പ്രശ്നത്തിൽ അഭിപ്രായം പറയാൻ അവകാശമുണ്ട്. പ്രശ്നം എന്താണ്? ആണും പെണ്ണും ഒരുമിച്ച് സദാചാര മൂല്യങ്ങളെ ലംഘിക്കുന്ന, സ്ത്രീകളുടെ പുരോഗതിക്ക് തടസ്സം സൃഷ്ടിക്കുന്ന, സ്ത്രീകളുടെ ഉന്നമനത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന, സ്ത്രീകളെ അബലകളാക്കാൻ, അവരെ വിദ്യാസമ്പന്നരാക്കാതിരിക്കാൻ, പുരോഗതിയിലേക്ക് മുഖ്യധാരയിലേക്ക് വരുന്നതിൽ തടസ്സം സൃഷ്ടിക്കുന്ന ഏതൊരു മതത്തെയും, ഏതൊരാശയത്തെയും, ഏത് നിലപാടുകളെയും, ഏത് പ്രസ്താവനകളെയും
ഏതു മതപണ്ഡിതന്മാരുടെ വാഗ്ധോരണികളെയും എതിർക്കാൻ ഈ ജനാധിപത്യ രാജ്യത്ത് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഒരു മതേതര ജനാധിപത്യ മൂല്യം ഉൾക്കൊള്ളുന്ന നവോത്ഥാനത്തിലേക്കും പുരോഗതിയിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മിക്സ്ഡ് കൾച്ചർ ഫോളോ ചെയ്യുന്ന ഒരു രാജ്യത്ത് 6-ാം നൂറ്റാണ്ടിന്റെ അപരിഷ്കൃത ഗോത്ര നിയമം പറഞ്ഞു പിടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സ്ത്രീകൾ ഇന്ന് വിദ്യാസമ്പന്നരായി സ്വയം പര്യാപ്തത വഹിച്ച് സാമ്പത്തിക പര്യാപ്തത വരെ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ 19-കാരി പൈലറ്റായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ മിങ്കിള് ചെയ്യാൻ പാടില്ല എന്നും സ്ത്രീകളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കണ്ടാൽ ഉടനെ പുരുഷന് വൈകാരിക ത്വരയുണ്ടാകുന്നെന്നും പറഞ്ഞാൽ ആ പുരുഷനെ മാനസിക രോഗത്തിന് ചികിത്സിക്കണമെന്ന് പറയാൻ ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. തീർന്നുകൊണ്ട് ഒരു പൊതുമണ്ഡലത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ ഇടപെടാൻ പാടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അത് മതത്തിന് തന്നെ നിരക്കുന്നതാണോ? ഇപ്പൊ ആണും പെണ്ണും ഒരുമിച്ച് യുദ്ധത്തിന് പോയ ചരിത്രം ഇസ്ലാമിലില്ലേ? ആണും പെണ്ണും ഒരുമിച്ച് ആരാധനക്ക് പോകുന്ന ഈ യുദ്ധത്തിന് പോയിട്ട് പരിക്ക് പറ്റി കിടക്കുന്ന സ്വഹാബാക്കളെ പ്രവാചകന്റെ അനുചരന്മാരെ ചികിത്സിക്കാനും അവർക്ക് വേണ്ടുന്ന പരിരക്ഷകൾ ഫസ്റ്റ് എയ്ഡ് ചികിത്സകൾ ഒരുക്കാനും സ്ത്രീകളെയാണ് പ്രവാചകൻ കൊണ്ടുപോയിരുന്നത്. ഒരു യുദ്ധ സന്ദർഭത്തിലാണ് നബി ഇതൊക്കെ എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുമ്പോൾ എല്ലാം നല്ലതിനാണെന്ന് തോന്നിപ്പോകും. ആയിഷയ്ക്ക് വഴിതെറ്റിയതും നബി ഒരു കിളുന്തിനെ കണ്ടപ്പോൾ അതിന്റെ പിന്നാലെ പോയതും സഫ്വാനുമായിട്ട് ലോകം മൊത്തവും ചുറ്റിക്കറങ്ങി ഒറ്റയ്ക്ക് പിറ്റേ ദിവസം തിരിച്ചു വന്നതും സംശയം തോന്നിയ പ്രവാചകൻ ആയിഷയുടെ ചാരിത്ര ശുദ്ധിയിൽ സംശയിച്ച് അബൂബക്കറിന്റെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടതും പിന്നീട് അത് ചരിത്രത്തിന്റെ തങ്കലിപികളിൽ ആലേഖനം ചെയ്തതുമൊക്കെ നന്മയ്ക്കു വേണ്ടിയാണ് എന്ന് തോന്നിപ്പോകും. യുദ്ധ സന്ദർഭത്തിൽ യുദ്ധത്തിന് കൊണ്ടുപോയിരുന്നില്ലേ? പ്രവാചകൻ വിശ്രമിക്കുന്ന സന്ദർഭത്തിലല്ലേ ആയിഷയുടെ മാല കളവ് പോകുന്നത്? ഒട്ടകത്തിന്റെ അടിയിലുണ്ടായിരുന്നു മാല. അപ്പോ ഇതൊക്കെ ഇതിന് തെളിവാണ്. തന്നെയുമല്ല, താൽക്കാലിക വിവാഹത്തിന് വേണ്ടി യുദ്ധത്തിനൊക്കെ പോകുമ്പോഴേക്ക് ഇവരുടെ സെക്ഷുവൽ ഫ്രസ്ട്രേഷൻസ് എന്ത് ചെയ്യും? അതിനു വേണ്ടിയിട്ടും സ്ത്രീകളെ കൂടെ കൊണ്ടുപോയിരുന്ന ചരിത്രമാണ് ഇസ്ലാമിക ചരിത്രം. ചരിത്രമില്ലേ? ഇപ്പോ ഹജ്ജിനും ഉംറക്കും പോയാൽ ആണും പെണ്ണും ഇടകലർന്നാണല്ലോ തവാഫ് ചെയ്യുന്നത്, സഹി ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ പറയുന്നത് മതത്തിന് പോലും ന്യായീകരിക്കാൻ പറ്റാത്ത നിലപാടാണ് അത്. ഒന്ന്, മതത്തിന്റെ ഭാഗത്തുനിന്ന്. 2, അദ്ദേഹത്തിന് അനുയായികൾക്ക് സ്വീകരിക്കാൻ കഴിയുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോ കാന്തപുരം ഉസ്താദ് പറഞ്ഞാൽ പോലും സ്വന്തം കുട്ടികളെ, ഇപ്പോ ഇവിടെ മാത്രമല്ലല്ലോ, ഒരു ആരോഗ്യബോധം ഉണ്ടെങ്കിൽ, ആരോഗ്യ പ്രശ്നത്തിന്റെ കാര്യത്തിൽ മാത്രമല്ലല്ലോ, കുട്ടികൾ ഇപ്പോൾ മുതിർന്ന കുട്ടികളാണ്. ഇപ്പോ കോളേജിൽ പോകുന്ന കുട്ടികൾ, ഹൈസ്കൂളിൽ ഇപ്പോൾ +2 തൊട്ട് പഠിക്കുന്ന കുട്ടികൾ, അവര് സ്റ്റുഡന്റ് കാഡറ്റ് പോലീസിലുണ്ട്, അവര് എല്ലാ കാര്യത്തിലും ഉണ്ടല്ലോ. അവർ NSS-ലുണ്ട്, ക്യാമ്പുകളിൽ പോകുന്നു, അവർ കലാസാംസ്കാരിക പ്രവർത്തനങ്ങളുണ്ട്, കലാമേളകളിലുണ്ട്. അവർ തന്നെയുമല്ല, ഇന്ന് കലയിലായിരുന്നാലും കായികത്തിലായിരുന്നാലും സാഹിത്യത്തിലായിരുന്നാലും പ്രൊഫഷണൽസ് മേഖലകളിലായിരുന്നാലും മലബാർ മേഖലയിലെ മുസ്ലിം പെൺകുട്ടികൾ വിജയം വരിച്ചു കൊണ്ടിരിക്കുവാണ്. വാൾപ്പയറ്റടക്കം കായിക വിനോദങ്ങളിലെല്ലാം മുസ്ലിം പെൺകുട്ടികൾ വിജയം വരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവർക്കത് സഹിക്കാൻ പറ്റുന്നില്ല. അടിമകളാക്കാൻ ആളെ കിട്ടുന്നില്ലേ? പരിശീലനം ചെയ്യുന്നു, തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നു, MSF പോലുള്ള സംഘടനകളൊക്കെ വലിയ തോതിൽ വിജയിച്ചു വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു യൂണിവേഴ്സിറ്റി ഭരിക്കുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ ഞങ്ങൾ ഒരു ഇന്നത്തെ ചിത്രം എടുത്ത് നോക്കൂ. അപ്പൊ ഏത് മണ്ഡലത്തിലാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നു? ഇപ്പൊ 2029 ഇലക്ഷൻ വരുമ്പോഴേക്ക് ഈ വീഡിയോ, ഇദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന വന്നതിന് ശേഷം ഒരുപാട് മുസ്ലിങ്ങൾ രംഗത്ത് വന്നു. AP ഉസ്താദ് പറഞ്ഞത് മുസ്ലിങ്ങളോടാണ്, മുസ്ലിങ്ങൾക്ക് ആ നിയമത്തോട് യോജിപ്പില്ലാന്ന്. ആദ്യം നിങ്ങളുടെ മക്കളുടെ പഠനം അങ്ങ് അവസാനിപ്പിക്കുക. പറ്റുമോ? മാർക്കറ്റിലങ്ങ് മക്കൾ പോകണ്ട. പൊതു ഇടങ്ങളിൽ ഇടകലർന്നിട്ടുള്ള പഠനം നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്കിത് പ്രാവർത്തികമാക്കാൻ പറ്റും. എല്ലാ കാര്യത്തിലും പുരുഷന്മാര് പോകട്ടെ, പെണ്ണുങ്ങളെ വീട്ടിനകത്തിരിക്കട്ടെ. പറ്റുമോ? അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം പൊതുവിൽ വന്ന് പറയണം. കുടുംബത്തിൽ ഏത് രൂപത്തിലുള്ള വിശേഷം നടന്നാലും സ്ത്രീകളെ പറഞ്ഞു വിടുന്ന പുരുഷന്മാർ, ഗൾഫിലിരിക്കുന്ന പ്രവാസികൾ വരെ പറയാണ് ഉസ്താദ് പറഞ്ഞത് മുസ്ലിങ്ങളോടാണെന്ന്. നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ, ഭാര്യമാരുടെ കാര്യത്തിൽ, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്ക് ഇടകലരാൻ പാടില്ല, സമത്വം പാടില്ല എന്നൊക്കെയുള്ള നിയമങ്ങൾ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുമോ? നമ്മുടെ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും സ്ത്രീകൾക്ക് സംവരണം വരുന്നു. അങ്ങനെ സംവരണം വരുമ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ നടക്കേണ്ടി വരും. വെറുതെ അല്ല, മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്ന സ്ത്രീകൾ പലപ്പോഴും ബോധപൂർവ്വം തോൽപ്പിക്കപ്പെടുന്നത് ഈ ഒരു മനോഭാവം വെച്ച് പുലർത്തുന്നതുകൊണ്ടാണ്. അങ്ങനെയാണോ ഒരു പൊതുസമൂഹത്തിൽ ഇടപെടേണ്ടത്? അങ്ങനെയാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമല്ല. വേണ്ട, കോളേജുകൾ പോകുന്നു. നമ്മുടെ കുട്ടികളെ ഒരു കാലത്ത് പെൺകുട്ടികളെ പഠിപ്പിക്കേണ്ട തീരുമാനിച്ചു. പക്ഷെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോ സകല മേഖലകളിലും ഒരു കാര്യമുണ്ട്, ഇവർക്ക് ഏതാണ് ഹലാലാക്കേണ്ടത് ഏതാണ് ഹറാമാക്കേണ്ടത് എന്ന് അറിയാം. ആണും പെണ്ണും ഇടകലർന്ന് പഠിക്കുന്നത് ഹറാമാണ് എന്ന് പറഞ്ഞവർ പിന്നീട് അബ്ദുൽ ഹക്കീം സുഹരി, നമ്മുടെ AP കാന്തപുരത്തിന്റെ മകൻ,
നോളജ് സിറ്റിയിൽ ആണിനെയും പെണ്ണിനെയും മിക്സ്ഡ് ആക്കി പഠിപ്പിച്ചപ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി വന്ന് പറഞ്ഞത് കണ്ണ് ചിമ്മിയ മദീന. ഫോണിൽ സിനിമ കാണുന്നത് ഹലാലും തിയേറ്ററിൽ പോയി കാണുന്നത് ഹറാമും. മർക്കസ് നോളജ് സിറ്റിക്കകത്ത് ആണും പെണ്ണും ഇടകലരുന്നത് ഹറാമല്ല, ഹലാലാണ്. മറ്റ് വിദ്യാലയങ്ങളിൽ, വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ അവിടെയൊക്കെ ഹറാമാണ്. അത് കൊള്ളാലോ. ഉറൂസുകൾക്ക്, നോളജ് സിറ്റിയിലേക്കുള്ള പ്രവേശനങ്ങൾക്ക്, നബിദിനത്തിന്റെ ഘോഷയാത്രകൾക്ക്, അതിനൊന്നും ആണും പെണ്ണും ഇടകലരുന്നതിന് കുഴപ്പമില്ല. നോളജ് സിറ്റിക്കകത്ത് തന്നെ ഇവർ വലിയ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചു 3 ദിവസത്തേക്കുള്ള. അതൊക്കെ നമ്മുടെ നൗഷാദ് ഹസനി പച്ച മലയാളത്തിൽ അങ്ങോട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇവരുടെ കാര്യങ്ങൾ വരുമ്പോൾ ആണും പെണ്ണും മിക്സ്ഡ് ആകാം. വിദേശികളായിട്ടുള്ള വനിതകൾക്ക് വന്ന് വേദി പങ്കിടാം, സദസ്സുകൾ നിറഞ്ഞിരിക്കാം. ആണെന്നും പെണ്ണെന്നും പ്രത്യേകിച്ച് വിവേചനമില്ലാത്ത രൂപത്തിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കുഴപ്പമില്ല. പക്ഷെ അവനവന്റെ കാര്യങ്ങൾ വരുമ്പോൾ എവിടെയാണ് ഹറാമ്, എവിടെയാണ് ഹലാല് എന്ന് കൃത്യമായിട്ട് ഇവർക്ക് അറിയാം. അത് ഇനിയും ഇവിടെ ചെലവാകത്തില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. നന്ദി.